ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറ്റവും അധികം തിരിച്ചടി ലഭിച്ചത് ഉത്തർപ്രദേശിൽ നിന്നാണെന്നതിൽ ഒരു സംശയവും വേണ്ട. ഹിന്ദുത്വം ആവോളം വാരി വിതറിയ ബി.ജെ.പി യു.പിയിൽ വമ്പൻ പരാജയം നേരിട്ടത് ഏവരെയും തന്നെ ഞെട്ടിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ യു.പിയിലെ പാർട്ടിക്കുള്ളിൽ ചേരിപ്പോര് രൂക്ഷമാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണം കണ്ടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു ബി.ജെ.പി. ഇപ്പോൾ അക്കാര്യത്തിൽ ഏകദേശ ധാരണയായി. നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ ഉത്തർപ്രദേശിലെ ബി.ജെ.പി ഘടകം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമാക്കുന്ന വിപുലമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തോറ്റുവെന്ന് വിശദമാക്കുന്ന റിപ്പോർട്ടിൽ സർക്കാർ ജോലികൾക്കായി കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത്, സംസ്ഥാന ഭരണത്തിൽ പാർട്ടി പ്രവർത്തകർക്കുള്ള അതൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 33 സീറ്റുകളാണ് ഇത്തവണ ബി.ജെ.പി നേടിയത്. 2019 പാർട്ടിക്ക് 62 സീറ്റുകൾ നേടാനായിരുന്നു. പ്രചരണത്തിലെ പോരായ്മകൾ അടക്കം ചൂണ്ടിക്കാട്ടി 15 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ് ബി.ജെ.പി സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. അമേഠി, അയോധ്യ തുടങ്ങിയ സുപ്രധാന ഇടങ്ങളിലെ തോൽവി സംബന്ധിച്ച് പ്രത്യേക പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. 40,000-ഓളം ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ക്രോഡീകരിച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യു.പിയിലെ എല്ലാ മേഖലകളിലും 8% വരെ വോട്ടുകളുടെ കുറവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ ഭരണത്തിൽ ആധിപത്യമുള്ള വിഭാഗങ്ങളും പിന്നോക്കം നിൽക്കുന്നതുമായ വിഭാഗങ്ങളും തമ്മിലുള്ള മത്സരമായി ചുരുങ്ങുന്നത് ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്നും കേന്ദ്ര നേതൃത്വത്തോട് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാർട്ടിയെ നേരത്തെ പിന്തുണച്ചിരുന്ന ചില ജാതി വിഭാഗങ്ങൾ അകലുന്നതിന്റെ സൂചനകളും ഇതിൽ പറയുന്നു. കുർമി, മൗര്യ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നകന്നു. ദളിത് വോട്ടുകളിൽ 1/3 മാത്രമേ ബി.ജെ.പിക്ക് ഇത്തവണ നേടാനായിട്ടുള്ളൂവെന്നും ബി.ജെ.പി റിപ്പോർട്ടിൽ പറയുന്നു. ബി.എസ്.പിക്ക് അനുകൂലമായി ലഭിച്ചിരുന്ന വോട്ടുകളിൽ ഇത്തവണ 10% കോൺഗ്രസിലേക്ക് മാറിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം പാർട്ടിയുടെ തോൽവിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ അമിതാധികാര പ്രയോഗവും ഭരണതലത്തിലെ പോരായ്മയുമാണ്. സർക്കാരിൽ ഉദ്യോഗസ്ഥർക്കുള്ള ആധിപത്യം പാർട്ടി പ്രവർത്തകർക്ക് പോലും അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പോലീസിന്റെ നടപടികളും വിമർശനങ്ങൾക്കിടയാക്കിയ കാര്യവും ചില ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും റിപ്പോർട്ട് കണ്ട് കണ്ണ് തള്ളിയ യോഗി റിപ്പോർട്ടിനു പിന്നാലെ അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടി വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുന്ന നടപടി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ക്രൂരതകളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ തറച്ചുപോയെന്ന് യോഗിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും. അതേസമയം തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്കുള്ള പ്രധാന കാരണം ബുൾഡോസർ പ്രയോഗമാണെന്ന് ഘടകകക്ഷിയായ നിഷാദ് പാർട്ടി അധ്യക്ഷൻ സഞ്ജയ് നിഷാദും തുറന്നടിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയും സംവരണം നിർത്താൻ പോകുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണവും തോൽവിക്ക് കാരണമായ പ്രധാന കാരണങ്ങളായി ബി.ജെ.പി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ ജോലികൾ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതും അഗ്നിവീർ അടക്കമുള്ള വിഷയങ്ങളും യുവാക്കൾക്ക് പാർട്ടിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായതായാണ് കണ്ടെത്തൽ. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചരണം നേരത്തെ ആരംഭിച്ചതും തിരിച്ചടിയായി. 6ാമത്തെയും 7ാമത്തെയും ഘട്ടമായപ്പോഴേക്കും പ്രവർത്തകർക്ക് ക്ഷീണവും മടുപ്പും ഉണ്ടാക്കിയതായും കണ്ടെത്തി. സംവരണ നയങ്ങൾക്കെതിരായ പാർട്ടി നേതാക്കളുടെ പ്രസ്താവനകളും വിവിധ വിഭാഗങ്ങളിൽ പാർട്ടിയുടെ കുറഞ്ഞുവരുന്ന പിന്തുണയെ കൂടുതൽ രൂക്ഷമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിക്ക് ഏറ്റവും രൂക്ഷമായ തിരിച്ചടി നേരിടേണ്ടി വന്നത് വാരണാസി അടക്കമുള്ള മേഖലകളിലാണെന്നും ബി.ജെ.പി റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടുത്തെ 28 സീറ്റുകളിൽ 8 സീറ്റുകളിൽ മാത്രമാണ് പാർട്ടിക്ക് വിജയിക്കാനായത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശക്തി കേന്ദ്രമായ ഗോരഖ്പൂർ മേഖലയിലെ 13 സീറ്റുകളിൽ 6ഇടത്താണ് ബി.ജെ.പിക്ക് വിജയിക്കാനായത്. ലക്നൌവും അയോധ്യയും ഫൈസാബാദും ഉൾപ്പെടുന്ന അവാധ് മേഖലയിലെ 16 സീറ്റുകളിൽ 7 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. അമിത വിശ്വാസമാണ് തോൽവിയിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാട്ടുമ്പോൾ ഭരണത്തിലെ പ്രശ്നമടക്കം ചൂണ്ടിക്കാട്ടിയുള്ള പാർട്ടി റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഉയർത്തുന്നത്. ഇതിനിടെ 10 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്കുള്ളിലെ ഭിന്നത പരിഹരിക്കാൻ തീവ്ര ശ്രമത്തിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. 10 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ യോഗി മന്ത്രിസഭയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സൂചന. ഇതിനുശേഷം മന്ത്രിസഭയിലും സംസ്ഥാന പാർട്ടിയിലും സമൂല അഴിച്ചുപണിയുണ്ടാകും. ഏതായാലും ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് മോദിയും യോഗിയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇനിയെങ്കിലും ജനങ്ങൾക്കു വേണ്ടി ഭരിക്കാൻ യോഗി ശ്രമിക്കട്ടെ. എല്ലാം കാത്തിരുന്നു കാണാം.